മുഴുവൻ നിലയിലിരുന്നാലും പുരുഷൻ ജയിലിൽ പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലത്ത് നിനക്ക് ആ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ചോദിക്കേണ്ടി വരുന്നത് നിനക്കൊന്നും അച്ഛനും ആങ്ങളമാരും ഇല്ലേ എന്നാണ്. ഇത് ചോദിക്കാൻ നമ്മുടെ മീഡിയക്കാർ തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകുന്നുണ്ടോ നിങ്ങൾ ചോദിക്കാൻ ആ നിവിൻ പോളിയുടെ വ്യക്തിക്കെതിരെ, നിവിൻ പോളിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ കേസെടുക്കാത്ത എന്താ പോലീസെ എന്നിവിടെ ഒരു മാധ്യമമെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞത് പിൻവലിക്കാം. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാവുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ടോ? സാറേ കള്ളപ്പരാതി ആയിരുന്നില്ലേ, നിങ്ങൾ തെളിയിച്ചില്ലേ, പിന്നെ എന്താ ആ കൊച്ചിനെതിരെ കേസെടുക്കാത്തത്, അല്ലെങ്കിൽ ഒരു പരാതി ഇടാത്തത് ചോദിക്കാത്ത എന്താ? നിവിൻ പോളി എന്ന സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർഡംസിൽ നിൽക്കുന്ന സെലിബ്രിറ്റിക്കോ ഉമ്മൻചാണ്ടിക്കോ കിട്ടാത്ത എന്ത് നീതിയാണ് എനിക്കോ നിങ്ങൾക്കോ കിട്ടാൻ പോകുന്നത്? ഇത് ഇന്ന് നമ്മൾ മാറ്റിയില്ലെങ്കിൽ നാളെ തിരിഞ്ഞു കൊത്തുമെന്ന് മറക്കരുത്. ഇത് ഇന്ന് ഞാനും നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ തിരിഞ്ഞു കൊത്തുമെന്ന് മറക്കരുത്. നമ്മൾ ആരും തെറ്റിയോന്ന് അർത്ഥത്തിലല്ല, തെറ്റിയണമെന്നില്ലല്ലോ. വ്യാജപരാതി വന്നാൽ പോരെ. നാളെ അങ്ങനെ നിങ്ങൾക്കെതിരെ ഒരു വ്യാജപരാതി വന്നാൽ കൂടെ നിൽക്കുന്ന ആരും കാണില്ല എന്ന് ഓർക്കണമെന്നും കൂടി ഞാൻ ഓർപ്പിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ അപ്പം വളരെ സന്തോഷം, താങ്ക് യു. ഇനി ഇത്രയും ശക്തമായി പറഞ്ഞത് വേർത്തുകൊണ്ടല്ല, ഉച്ചയ്ക്ക് ശേഷം അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏതെങ്കിലും രീതിയിൽ ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു, ഈ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. അറസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഈ നിലപാടുമായിട്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോകും. കാര്യം ഇത് വരും തലമുറകൾക്കുള്ള നിലപാടാണ്. ഏതെങ്കിലും സ്ത്രീജനങ്ങൾ ഇത് കേട്ട് അവർക്കെതിരെയുള്ള നിലപാടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് സ്ത്രീകൾക്കെതിരെയുള്ളതല്ല, തീവ്ര ഫെമിനിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. ഇത് ജയിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഈ സമൂഹത്തിന്റെയും ആവശ്യമാണ്. ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ ഈ രാജ്യത്തിന് അപകടമാണ്. ഫെമിനാസി എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ ഞാൻ വേറൊരു വാക്ക് പറയുന്നില്ല. തീവ്ര ഫെമിനിസ്റ്റുകൾ നമ്മുടെ നാടിന് അപകടമാണ് എന്ന തിരിച്ചറിവ് വേണം. നമ്മുടെ കുടുംബ സംവിധാനങ്ങളും പുരുഷന്മാരും നിലനിൽക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ത്രീകളുടെ പിന്തുണ അർപ്പിക്കുന്നു. താങ്ക് യു.